നിലവിൽ അങ്ങനെ എക്സിറ്റ് പോൾ റിസൾട്ടുകൾ പുറത്തു വന്നിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നത് ഇനിയിപ്പോൾ ഇന്ത്യ ടുഡേയുടെയും ടൈംസ് നൗവിൻ്റെയൊക്കെ പേജുകളുടെ താഴെ തെറിവിളി കൂടുതൽ ഉണ്ടാകേണ്ട ആവശ്യം. കാര്യം നമ്മളങ്ങനെയാണല്ലോ, നമുക്കങ്ങനെയാണല്ലോ കിട്ടിയത്. എക്സിറ്റ് പോൾ റിസൾട്ടുകൾ പുറത്ത് വന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് വലിയ വ്യത്യാസമൊന്നും കാണുന്നില്ല. ഒരു 350, 360, 401, ചാണക്യ 415 വരെ പറയുന്നുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നത് ഏറ്റവും കൂടുതൽ വിശ്വാസ്യതയുള്ളത് ആക്സിസ് മൈ ഇന്ത്യ ആണ് പൊതുവെ. അങ്ങനെ പ്രദീപ് ഗുപ്തയുടെ അവരാണ് നേരത്തെയുള്ള തെരഞ്ഞെടുപ്പുകളിലെല്ലാം കൃത്യമായി കഴിഞ്ഞ 2019 തന്നെ 303 സീറ്റുകൾ BJP നേടുമെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ സംഭവിക്കുകയും ചെയ്തു. അവർ പറയുന്നത് നമ്മൾ എടുക്കുകയാണെങ്കിൽ BJPക്ക് 400 കടക്കാൻ, BJP സഖ്യത്തിന്, അതായത് NDAക്ക് 400 കടക്കാനുള്ള സാധ്യത ഉണ്ടെന്നാണ് പറയുന്നത്. അതേസമയം ടൈംസ് നൗ 380 വരെ 85 വരെ പറയുന്നുണ്ട്. അങ്ങനെ എല്ലാ എക്സിറ്റ് പോളുകളും NDA സഖ്യത്തിൻ്റെ വിജയമാണ് പ്രവചിക്കുന്നത്. BJPക്ക് 300-ൽ കൂടുതൽ സീറ്റുകൾ ലഭിക്കുമെന്നുള്ളത് ഏകദേശം എല്ലാവരും ഉറപ്പായിട്ട് പറയുന്നുണ്ട്. അങ്ങനെ ആ ഒരു ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ നമ്മൾ പറഞ്ഞ കണക്കുകളിൽ നിന്നും വലിയ വ്യത്യാസം എവിടെയെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ തന്നെയും അത് പോസിറ്റീവായിട്ടാണ്, അല്ലെങ്കിൽ BJPക്ക് NDA സഖ്യത്തിന് അനുകൂലമായിട്ടാണ് ഉണ്ടായിരിക്കുന്നത്. എന്ത് തോന്നുന്നു ഈ ഒരു എക്സിറ്റ് പോൾ ഫലത്തിൽ നിന്ന്? പെട്ടെന്ന് തോന്നുന്നത് മോദി വേവ് ഉണ്ടോ എന്നുള്ളതായിരുന്നു ഒരു ചോദ്യം. ശരിക്കും ഒരു മോദി സുനാമിയാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എക്സിറ്റ് പോളുകൾ ശരിയാണെന്നുണ്ടെങ്കിൽ അതെ. പിന്നെ നോക്കേണ്ടത് BJPയെ കുറിച്ച് പറഞ്ഞത്, BJP രാജ്യത്തിന്റെ നോർത്ത് വെസ്റ്റ് ഈ രണ്ട് മേഖലകളിലും BJP മാക്സിമമാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ, പ്രത്യേകിച്ച് 2019. അപ്പോൾ ഇത്തവണ BJPക്ക് അവിടെ സീറ്റുകൾ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. പിന്നെ കിഴക്കും സൗത്തിലും, അതായത് ഈസ്റ്റിലും സൗത്തിലും BJPക്ക് ട്രഡീഷണലി വലിയ സ്വാധീനമില്ല. അവിടെ BJP എങ്ങനെ പെർഫോം ചെയ്യുന്നുള്ളതായിരുന്നു ഒരു ചോദ്യം. പക്ഷേ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഈ വെസ്റ്റിലും നോർത്തിലും, അതായത് BJPയുടെ ട്രഡീഷണൽ മേഖലകളിൽ വലിയ നഷ്ടമൊന്നുമില്ല, വളരെ നാമമാത്രമായ നഷ്ടമെന്നേ പറയാൻ പറ്റുള്ളൂ. എന്നാൽ കിഴക്കിലും സൗത്തിലും മോദിയുടെ ആ ഒരു ഔട്ട്റീച്ച് വിജയകരമായിട്ട് ഭവിക്കുമെന്നുള്ള റിപ്പോർട്ടുകളാണ് എക്സിറ്റ് പോളിൽ നിന്ന് ലഭിക്കുന്നത്. വമ്പൻ മുന്നേറ്റം, പ്രത്യേകിച്ച് ഒഡീഷ, ബംഗാൾ, തെലങ്കാന, തമിഴ്നാട്, ആന്ധ്ര ഈ സംസ്ഥാനങ്ങളിലൊക്കെ മോദിയുടെ ഒരു ലഹർ, അല്ലെങ്കിൽ ഒരു മോദിയുടെ ഒരു സുനാമിയാണ് അടിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ള റിപ്പോർട്ടുകളാണ് നമുക്ക് ലഭിക്കുന്നത്. എക്സിറ്റ് പോളിൽ നിന്ന് അതാണ് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കുന്നത്. കാരണം നോക്കേണ്ടതിൽ ഏറ്റവും നമുക്ക് ഒരു വിസ്മയകരമായി തോന്നുന്നത് ഒന്ന് തെലങ്കാനയിൽ കോൺഗ്രസ് സർക്കാർ വന്നിട്ട് അധികം കാലമായിട്ടില്ല. അതിനിടയിൽ തന്നെ ഇത്രയും വലിയൊരു ചേഞ്ച്. ശരിയാണ്, BJP അവിടെ ഇമ്പ്രൂവ് ചെയ്യുന്ന എല്ലാവർക്കും അറിയാമായിരുന്നു. നേരിട്ടുള്ള ഫൈറ്റാണ് BJPയും കോൺഗ്രസും. കാരണം BRS പിക്ചറിനെ ഇല്ലാതായി. നമ്മൾ ഇന്നലെ പറഞ്ഞിരുന്നു, പ്രാദേശിക കക്ഷികളില്ലാതെ കോൺഗ്രസുമായി നേരിട്ട് ഫൈറ്റ് ചെയ്യുന്നിടങ്ങളിൽ BJPക്ക് നേട്ടം ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് നമ്മൾ ഇന്നലെ പറഞ്ഞത്. അതെ, അത് കൃത്യമായിട്ട് വരുന്ന രീതിയിലാണ് പറയുന്നത്. 11 മുതൽ 12 സീറ്റ് വരെ 17-ൽ BJPക്ക് കിട്ടുമെന്നാണ് ആക്സിസ് മൈ ഇന്ത്യ ടുഡേയുടെ പോൾ സാധ്യതയും ഇല്ലാതിരുന്നൊരു സംസ്ഥാനം. അതെ, അപ്പം ഇനിയിപ്പോൾ ഇങ്ങനെ പോവുകയാണെങ്കിൽ മിക്കവാറും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തെലങ്കാനയിൽ BJPക്ക് വലിയ സാധ്യതയാണ് വരുന്നത്. ഒരുപക്ഷെ കർണാടകയ്ക്ക് ശേഷം ആദ്യം BJP ഭരിക്കുന്ന ദക്ഷിണേന്ത്യയിലെ മറ്റൊരു സംസ്ഥാനമായി മാറാൻ സാധ്യതയുണ്ട്. പിന്നെ ബംഗാളിലെ ഒരു മാറ്റമാണ്. ബംഗാളിൽ ഇപ്പോൾ സന്ദേശ് ഖേലി വിഷയം ഉണ്ടായിരുന്നു. മമതയ്ക്കെതിരെയുള്ള ഭരണവിരുദ്ധ വികാരം വളരെ ശക്തമായിരുന്നു. മമതയുടെ എപ്പീസ്മെന്റ് പൊളിറ്റിക്സ്, അതിനെതിരെ വലിയ തരത്തിലുള്ള ഒരു ക്യാമ്പയിനിങ് തന്നെ BJP നടത്തിയിരുന്നു. അതിന്റെ റിസൾട്ട് ഉണ്ടാവും എന്നുള്ളത് ഉറപ്പായിരുന്നു. അത് എത്ര വരും എന്നുള്ളതായിരുന്നു. നമ്മൾ 22 വരെയൊക്കെ പറഞ്ഞുള്ളൂ, പക്ഷേ 25 വരെയൊക്കെ എന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷേ ഇപ്പോൾ 30-ന് മുകളിൽ പോകുന്നുള്ള രീതിയിലാണ്. 25 മുതൽ 30 വരെയൊക്കെയുള്ളതാണ് പൊതുവെ പറയപ്പെടുന്നത്. ആക്സിസും ഏകദേശം അത്രയും പറയുന്നുണ്ട്. 26 മുതൽ 31 സീറ്റ്. അങ്ങനെയാണെങ്കിൽ ബംഗാളിന്റെ രാഷ്ട്രീയം അങ്ങ് മാറും. മമതയെ സംബന്ധിച്ച് മമതയുടെ നാളുകൾ എണ്ണപ്പെട്ടു എന്ന് പറയേണ്ടി വരും. കാരണം ഇനിയിപ്പോൾ 2 വർഷം കഴിഞ്ഞാൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരികയാണ്. അത് മാത്രമല്ല, മമതയ്ക്ക് കാര്യങ്ങൾ എളുപ്പമായിരിക്കില്ല. ഇതുവരെ BJPക്ക് അഡ്വാൻറ്റേജ് ബംഗാളിൽ മമതയ്ക്കെതിരെ ഉണ്ടാക്കാൻ പറ്റില്ല. കഴിഞ്ഞ തവണ 18 സീറ്റ് കിട്ടി. പക്ഷേ ഇത്തവണ 30 സീറ്റ് വരെയൊക്കെ പോകുമെങ്കിൽ അത് ഉണ്ടാകുന്ന ഒരു തരംഗമുണ്ടല്ലോ. അത് മാത്രമല്ല, അത് സ്വപൻ ദാസ് ഗുപ്തയൊക്കെ പറഞ്ഞിരുന്നു നേരത്തെ. കാരണം ഒരു ഹിന്ദു കൗണ്ടർ പോളറൈസേഷൻ ബംഗാളിൽ നല്ല സാധ്യതയുണ്ടെന്നുള്ള, അത് വരികയാണെങ്കിൽ 30 വരെ എത്തുന്നു അദ്ദേഹത്തിനെ പോലുള്ള ആളുകളൊക്കെ മുമ്പ് സൂചിപ്പിച്ചിരുന്നു. പിന്നെ നോക്കേണ്ടത് മമതയുടെ കോട്ടകളിലേക്ക് BJP കയറുന്നു എന്നുള്ളതാണ്. പ്രത്യേകിച്ചിട്ട് നോർത്ത് 24 പർഗനാസ്, സൗത്ത് 24 പർഗനാസ്, കൊൽക്കത്ത ഈ മേഖലകളിലേക്കൊക്കെ വരികയാണെങ്കിൽ BJP കടന്നു കയറുകയാണെങ്കിൽ BJP ശരിക്കും ഒരു പാൻ ബംഗാൾ പാർട്ടിയായിട്ട് മാറും. അങ്ങനെ മാറുകയാണെന്ന് മാത്രമല്ല, ഈ ബംഗാളിനെ സംബന്ധിച്ചിടത്തോളം സ്വാതന്ത്ര്യ സമര കാലത്ത് തന്നെ വളരെ
വളരെയധികം ചരിത്രമുള്ളൊരു സംസ്ഥാനമാണ് ബംഗാൾ. പ്രത്യേകിച്ചും BJP അല്ലെങ്കിൽ BJPയുടെ മാതൃ സംഘടനയായ RSSൻ്റെ രൂപീകരണത്തിന് കാരണമായ ഒരു ആശയം ആദർശം വളർന്നു വന്ന സ്വാമി വിവേകാനന്ദൻ്റെ മണ്ണാണ്, മഹർഷി അരവിന്ദോയുടെ മണ്ണാണ്. അങ്ങനെ ഒരുപാട് മഹാരഥന്മാരുടെ രാജ് ബിഹാരി ബോസ്, രവീന്ദ്രനാഥ് ടാഗോർ തുടങ്ങിയ ഒരുപാട് മഹാരഥന്മാരുടെ മണ്ണാണ് ബംഗാൾ. ബംഗാളിൽ ഭാരതീയ സംസ്കൃതിക്ക് അനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു സംഘടനയ്ക്ക് അവിടെ മേൽക്കൈ കിട്ടുക എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം അത് എത്രയും ആവശ്യമായ ഒരു കാര്യമാണ്. അതെ 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 അതെ. ഒന്ന് ആലോചിച്ച് നോക്കുന്ന വെച്ചാൽ ബംഗാളിൽ നിന്ന് CPM ഇല്ലാതാകുക, അതായത് ഈ ഭാരതത്തിൻ്റെ ഒരു സംസ്കാരത്തോടും അതിൻ്റെ ആദർശത്തോടും പുറംതിരിഞ്ഞ് നിൽക്കുന്ന ഒരു പ്രസ്ഥാനത്തെ അവിടെ ഏകദേശം ഇല്ലാതാകുന്ന അവസ്ഥയിലേക്ക് മാറുകയാണ്. അത് മാത്രമല്ല ഭാരതീയ സംസ്കൃതിയോട് ചേർന്ന് നിൽക്കുന്ന ഒരു ദേശീയ അതൊക്കൊപ്പം നിൽക്കുന്ന ഒരു പ്രസ്ഥാനം അവിടെ ഉയർന്നു വരികയാണ് എന്നുള്ളത് അതൊരു കാവ്യനീതി തന്നെയാണ്. കാവ്യണിയുന്ന വങ്കനാട്. അതെ അതെ അതെ, അതൊരു കാവ്യനീതി തന്നെയാണ്. അങ്ങനെ തന്നെയാണ് വരേണ്ടത് എന്നുള്ളത് ഒരുപക്ഷെ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നമുക്ക് അത് പ്രതീക്ഷിക്കാം എന്നുള്ള രീതിയിലാണ് എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തു വരുന്നത്.